ബസ് യാത്രയ്ക്കിടെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണവുമായി യുവതി. മനംനൊന്ത് യുവാവ് ജീവനൊടുക്കി. ഇന്നലെ മുതൽ പത്രമാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത, ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വാർത്ത. ഇത് കേട്ട നിമിഷം മുതൽ ഒരു മലയാളി എന്ന രീതിയിൽ മനസ്സിൽ എവിടെയോ ഒരു വിങ്ങൽ. ഇതിൻ്റെ സത്യമെന്ത് ശരിയെന്ത് എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു ഇമ്മീഡിയറ്റ് റിയാക്ഷൻ, സമൂഹത്തിൽ ഒരാളെ അപമാനിതനാക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഒരു ജീവനെയാണ് നഷ്ടമാക്കിയത്. സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വൈറലായിരുന്നു. പലരും അയാളെ വിമർശിച്ചു, മോശമായി ചിത്രീകരിച്ചു. പക്ഷേ അതില്ലാതാക്കിയത് ഒരു കുടുംബത്തെയാണ്, ഒരു സുഹൃത്തിനെയാണ്, ഒരു ജീവനാണ്. ഒരുപക്ഷെ ചിന്തിച്ചാൽ ഈ മരണത്തിന് കാരണം നമ്മൾ കൂടെയല്ലേ? ഫേമസ് ആകാനും റീച്ച് കൂട്ടാനും ഫോളോവേഴ്സിനെ കൂട്ടാനുമൊക്കെ ഇന്ന് മുൻചിന്തകളില്ലാതെ എന്ത് കുതന്ത്രങ്ങളും മെനയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുഞ്ഞുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ സ്വന്തമായി സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഉണ്ട്. പക്ഷേ ഉപയോഗിക്കുന്നവരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, സോഷ്യൽ മീഡിയ ഇസ് നോട്ട് ദ അൾട്ടിമേറ്റ് ആൻസർ. നല്ല കണ്ടന്റുകളെ പ്രോത്സാഹിപ്പിക്കുക, പക്ഷെ എല്ലാം നല്ലതാവണമെന്നൊന്നുമില്ല. നന്മയല്ലാത്തതിനെ നിരുത്സാഹപ്പെടുത്തുക എന്നതും ഒരു മൂല്യമാണ്. സമൂഹത്തിലുണ്ടാകുന്ന തിന്മകളെ എതിർക്കണം, സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം. പക്ഷേ അതൊരിക്കലും സ്വാർത്ഥ ചിന്തകളോടെ ആവരുത് എന്നത് മാത്രം. അതുകൊണ്ട് എന്തും ചെയ്യുന്നതിന് മുൻപ്, പറയുന്നതിന് മുൻപ് 2 തവണയെങ്കിലും ഒന്ന് ചിന്തിക്കുക. ഇനിയും ഇതുപോലുള്ള ദുരനുഭവങ്ങൾ സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ.